നമസ്കാരം. സർ, ഒരു ചോദ്യം കൂടി. ഇപ്പോ കൂടുതലായി കേൾക്കുന്നതാണ് സഹപ്രവർത്തകൻ പീഡിപ്പിച്ചു, അവിടെ പീഡിപ്പിച്ചു, എല്ലാ പീഡനമാണ്. ഇതിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ പുരുഷനെതിരെ പ്രയോഗിക്കുന്നുണ്ടോ? ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനോട് ബിഗ് ടിവിയുടെ നിലപാട് എന്താണ്? എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല പറ്റിയ മുതലിനോടാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഹപ്രവർത്തകയെ പീഡിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ അത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് എത്ര സത്യമുണ്ട്, പുരുഷ കമ്മീഷനൊക്കെ ഉണ്ടോ എന്ന്, അതിൻ്റെ ആവശ്യം വേണ്ടതല്ലേ എന്നൊക്കെ കറക്റ്റ് ആളോടാണ് ചോദിച്ചത് കേട്ടോ. കറക്റ്റ് ആളോടാണ് ചോദിച്ചത്. മാധ്യമപ്രവർത്തകനായ വേണു ബാലകൃഷ്ണൻ. ആ മുതൽ ഇതേ കാരണം കൊണ്ട്, അതായത് കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തക ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് അതിൻ്റെ അന്വേഷണ വിധേയമായി ഓരോ മാധ്യമ സ്ഥാപനത്തിലും അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് തന്നെ അന്വേഷിക്കാം. കൂടുതൽ ഗുരുതരമൊക്കെ ആവുകയാണെങ്കിൽ മാത്രമേ പോലീസിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരന്വേഷിച്ചപ്പോൾ പരാതി സത്യമാണെന്ന് കണ്ടപ്പോൾ എടുത്ത് പുറത്ത് കളഞ്ഞ മുതലാണ് ഈ വേണു ബാലകൃഷ്ണൻ. സംഗതി അടിവസ്ത്രത്തിൻ്റെ നിറം, സൈസ്, ഇന്ന് ഇട്ടിട്ടുണ്ടോ, നാളെ ഇടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഈ മുതൽ ചോദിച്ചത്, മാധ്യമപ്രവർത്തകൻ. അപ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെയാണ് അവിടെ ചോദിച്ചത്. അയാളുടെ മോന്തായം കണ്ടല്ല, എളുപ്പിനായിട്ട് നിൽക്കുന്ന അയാളുടെ മോന്തായം കണ്ടല്ലോ അല്ലേ. അതിനുശേഷം ഇയാൾ ഈ കുറച്ച് തണ്ടൊക്കെയായിട്ട് നടക്കുന്ന ഒരു നിർമ്മാതാവുണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കും. ഇയാളും ഇയാളുടെ മൂത്ത ജ്യേഷ്ഠനും കൂടി ആ നിർമ്മാതാവിനെ പോയി കാണുന്നു. എന്നിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയാളെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നു. അയാൾ ഏതാണ്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 1 കോടിക്കടുത്തോളം ചിലവിട്ടിട്ടാണ്, വലിയ വിപുലമായ രീതിയിൽ വലിയ സ്റ്റുഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവരുടെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു, ഈ 2 മുതലുകളുടെ കയ്യിൽ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ആക്കിത്തരാം, ഞങ്ങൾ വിഷ്വൽ മീഡിയയിലെ പുലികളാണ്, സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അത് തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. വിശ്വാസമില്ലാത്തവൻ്റെ ന്യൂസ് ആര് കാണാനാണ്? കുറേ കടന്നുകൊണ്ട് പയറ്റി. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ് പച്ച തുറന്ന ലക്ഷണം കാണുന്നില്ല. അവസാനം മുഖ്യധാര മാധ്യമങ്ങളുടെ കയ്യും കാലും പിടിച്ച് 2 പേരും 2 ചാനലായിട്ട് കയറി. അപ്പോൾ ഇവന്മാരെ വിശ്വസിച്ച് 1 കോടിക്കടുത്തോളം ചിലവഴിച്ച ആ നിർമ്മാതാവ് കഥം ഖയ, അല്ലാതെ എന്ത് പറയാനാണ്? അയാളുടെ കാശ് പോയി. വീണ്ടും വന്നിട്ട് ചാനലിൽ കയറി. എന്നിട്ട് ചാനലിൽ കയറിയിട്ട് 2 പേരും കുറച്ച് നാൾ ഓരോ ചാനലിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഒരുത്തൻ വേറൊരു ചാനലിലേക്ക് ചാടി. ഒരുത്തൻ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ബിഗ് ടി വി എന്ന ചാനലിലേക്ക് ചാടി നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തനം. 10 രൂപ കൂടുതൽ കിട്ടിയാൽ അങ്ങോട്ടേക്ക് ചാടും. ഒരു സിനിമയ്ക്കകത്ത് മഞ്ജു വാര്യരോട് ജയറാം പറയുന്നുണ്ട്, അതായത് സമ്മർ ഇൻ ബേത്ലഹേം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് 10 രൂപ കൊടുത്താൽ പൊതുവഴിയിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ മടിയില്ലാത്തവളാണെന്നുള്ള തരത്തിലൊരു തമാശ രംഗമാണ്. എന്ന് പറഞ്ഞ കണക്കാണ് ഈ മാപ്രകളുടെ കാര്യം. ഓരോ സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചാടി പോവുകയാണ്. 10 രൂപ ആര് കൂടുതൽ തരുന്നു അവർക്ക് വേണ്ടിയിട്ടായിരിക്കും വാർത്ത പടച്ചു വിടുന്നത്. അല്ലാതെ അതിനകത്ത് സത്യസന്ധത 1% പോലും കാണില്ല. ഏത് ചാനലിലാണോ ചെല്ലുന്നത് ആ ചാനലിൻ്റെ പോളിസി അനുസരിച്ചായിരിക്കും. ഇവിടെ ഒട്ടുമിക്ക ചാനലുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ കാണുന്നവർ ചോദിക്കും, ഇപ്പം ഞാനൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ, ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ല ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറഞ്ഞിട്ടല്ല ആയിരുന്നുകൊണ്ട് ഈ ഓരോന്ന് പറയുന്നത്. നമ്മൾ എന്താണ് എന്ന് ഒളിച്ചു വെക്കാതെ കൃത്യമായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തനമാണെങ്കിലും അല്ലാത്ത പ്രവർത്തനമൊക്കെയാണ് നടത്തുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ലല്ലോ, ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറഞ്ഞിട്ടല്ലേ. എന്തോന്ന് നിഷ്പക്ഷത? മീഡിയ വണ്ണേ ഇരിക്കുമ്പോൾ മധൂതി രാഷ്ട്രീയം പറയും, അവിടെ നിന്ന് കൈരളി പോകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറയും, അവിടെ നിന്ന് മനോരമയിൽ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയും. ഇതല്ലാതെ ഇവനൊക്കെ എന്ത് നിലപാടാണുള്ളത്? അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ്, ഇങ്ങനെ ട്രിപ്പീസ് കളിക്കുന്ന ഇടയ്ക്കാണ് ഇതുപോലുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ പെട്ടുപോകും. പിന്നെ ആ ചോദ്യം ചോദിച്ചവനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നീ ഒരു കേസിലും പെടരുത്. കേസിൽ പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ വൈകുന്നേരത്തെ ചർച്ചയിൽ ഇങ്ങേരായിരിക്കും ആ ചർച്ച നയിക്കുന്നത്. അങ്ങേര് വലിച്ച് കീറിക്കളയും കേട്ടോ. നല്ല ബെസ്റ്റ് മുതലിനോടാണ് നിങ്ങൾ ചോദിച്ചത്, സഹപ്രവർത്തകയെ പീഡിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ, അതും വേണു ബാലകൃഷ്ണനോട് ജോറായിട്ടോട്ട്.